ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാനും മോളും കൂടെ റെഡിയായിട്ട് ഞങ്ങളുടെ വിശ്വകർമ്മ സമുദായ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുംഭമാസത്തിലായില്യം നാളിന് ഭഗവതി പാട്ടും അന്നദാനവും താലെടുപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നാണെങ്കിലും മഴയുടെ ഒരു ക്ലൈമറ്റ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ താലെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണ് കേട്ടോ താലെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കൊട്ടാണ്. ഇപ്രാവശ്യം നമ്മുടെ രഥോത്സവം ഇതും ഒരുമിച്ച് വന്നതുകൊണ്ട് ആ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉടുക്ക് പാട്ടോട് കൂടിയിട്ടാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ താലമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതേപോലെ അമ്പലത്തിൽ 3 വലം വയ്ക്കും. ദേവിയെ അമ്മയെന്ന് പറഞ്ഞിട്ട് 3 വലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ദീപാരാധനയ്ക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താല ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പുറം ഇപ്പുറമായിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ദീപാരാധന സമയത്ത് നോക്കി കറക്റ്റായിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് വരുന്നതിനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കളർ ഔട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ ആ ഇരുട്ടത്ത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കറണ്ട് വന്നു. ഇതെൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മ നമ്മുടെ ഈ ദൈവത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. അപ്പോൾ അതൊക്കെ ചൊല്ലാണ്. അപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്നദാനമൊക്കെ. അപ്പോൾ ലാസ്റ്റ് പായസം പപ്പടം കൂടെ കഴിക്കണം. എനിക്കിങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇത് അമ്മയുടെ ഫ്രണ്ട്. ഈ അമ്മയുടെ മോളാണ് കേട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയും ഫ്രണ്ട്, ഞാനും മോളും ഫ്രണ്ട്, അനിയനും ഫ്രണ്ട്. അങ്ങനെയാണ്. എൻ്റെ അനിയത്തിനെ അറിയാതെ ഞാൻ വീഡിയോ എടുത്താണ്, ആൾക്ക് വരുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അന്നദാനമൊക്കെ കഴിഞ്ഞ് ഭഗവതി പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൾ അവിടെ നിന്ന് എന്താണെന്ന് പോലും അറിയുന്നില്ല. പക്ഷെ അവൾ ഈ ഡാൻസൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് ഇരിക്കാതെ അവരുടെ മുന്നിൽ പോയിട്ട് കൈകൊട്ടലെന്നൊക്കെ ആയിട്ട് വിളക്കൊക്കെ തട്ടിക്കളയുമെന്നുള്ളൊരു പേടി കൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇരിക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ഭാഗത്ത് ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇതൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നതുകൊണ്ടൊരു ആകാംക്ഷ ആയിരിക്കാം. പക്ഷെ അത് പാടുന്നവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളപ്പോൾ എല്ലാവരും അവളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ 9:30 ആയപ്പോൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചെടുത്ത് പിക്സ് ഞാനിവിടെ ആഡ് ചെയ്യാവേ.